എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി എടുത്തേക്കുന്ന 1 കിലോ ചിക്കനാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടി എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്, ഒരു 12 വറ്റൽമുളക്, കുറച്ച് പെരുംജീരകം, ഒരു തക്കോലം, കുറച്ച് കുരുമുളക്, ഒരു കഷ്ണം കറുവപ്പട്ട, പിന്നെ കുറച്ച് ഗ്രാമ്പു, ഏലക്ക. നമുക്ക് ആദ്യം ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കണം. ഫസ്റ്റ് നമുക്കൊരു പാൻ വെച്ചിട്ട് മല്ലി ആദ്യം ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ഈ ഒരു ഇതിൽ എത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഇനി ബാക്കി എല്ലാതും കൂടെ ഇട്ട് കൊടുക്കാം. അതായത് മുളക്, കുരുമുളക്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നന്നായിട്ട് ചൂടാക്കുക, അധികം കരിഞ്ഞു പോകരുത്. അപ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി. നമുക്കിതിനെ ആറിയതിന് ശേഷം മിക്സിയിലെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു 5 ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നടുവൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില. നമുക്ക് ഇത്രയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഞാനൊരു 2 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സവോളയാണ് എടുത്താക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഏത് എണ്ണ വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവറാണ് എടുത്താക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം വേണം നമുക്ക് നമ്മൾ റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ചതച്ച ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല, ചതച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ചിലപ്പം കരിയാൻ ചാൻസ് ഉണ്ടെങ്കിൽ അപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ചുമന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 5 ചുമന്നുള്ളി എടുത്തിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഇട്ടാൽ ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്കിത് പച്ചമണം മാറുന്നോളം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവോള ഇപ്പോൾ ഞാൻ കൊത്തിയാണ് അരിഞ്ഞാക്കുന്നത്, നീളത്തിലല്ല അരിഞ്ഞാക്കുന്നത്. ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് സവോള വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളറാവുന്നോളം വരെ നമുക്കിത് വഴറ്റാനുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പം മഞ്ഞൾപ്പൊടി ഇടുവാണെങ്കിൽ പെട്ടെന്ന് സവോള വഴണ്ടി കിട്ടും. കണ്ടോ, നമ്മുടെ സവോള ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിന് എടുത്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്താക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണ്ടെങ്കിലായിട്ട് നമുക്കിനി റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ചിക്കനകത്തു നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിടന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് വേവണം. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ടാക്കുന്നുണ്ട്, എരിവൊക്കെ അത്രയും ചിക്കനിൽ പിടിച്ചോളും. കണ്ടോ, നമ്മുടെ ചിക്കൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഫുള്ളായിട്ടില്ല, ഏകദേശം റെഡിയായി വരുന്നു. കണ്ടോ, ചിക്കനിൽ നല്ല മസാല പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന മസാല അങ്ങോട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ നല്ല സ്മെല്ലായിരിക്കും. നമ്മളിപ്പോഴാണ് ഇട്ടേക്കണത്. നമ്മുടെ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പിടിക്കും. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം കൂടെ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മൂടി തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.